അയ്യോ അമ്മ, കൈ മടക്കി വെച്ചോട്ടാ, അല്ലെങ്കിൽ ബ്ലഡ് പോവും. അത് കാരണ. മോളുടെ വീട് എവിടെയാ? പെരിങ്ങോട്ടുകര. ആണോ? അതെ. അപ്പൊ മോളെന്താ ഇവിടെ? ഇവിടെ ഹസ്ബൻഡിന്റെ വീടാ. അത് ശരി. ഞങ്ങളുടെ വീട് അതെ ഈ നാട്ടിലല്ല, ഞങ്ങള് കൊടുങ്ങല്ലൂർക്കാരാ. ഇവിടെ വന്ന് താമസാക്കിയിട്ട് 8 മാസമായിട്ടുള്ളൂ. അപ്പൊ ദേ അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രേട്ടൻ പറയേ ഇങ്ങനെ ഒരു കുട്ടീണ്ട് വീട്ടിൽ വന്ന് ബ്ലഡ് എടുക്കുന്നൊക്കെ. എന്നാ പിന്നെ മോളെ വിളിക്കുകയാണെങ്കിൽ സൗകര്യമായില്ലെന്ന് വിചാരിച്ചിട്ടാ. അതെ അല്ലേ, അത് ശരി. അപ്പൊ എന്താ വീട് ഇങ്ങോട്ടേക്ക് മാറിയത്? ഒന്നാമത്തെ കാരണം ഹോസ്പിറ്റൽ സൗകര്യം ഇവിടുത്തെ അത്ര സൗകര്യമൊന്നും അവിടെ ഇല്ലല്ലോ. ആ ഒരു കാരണം പറഞ്ഞിട്ട് മാറി. ശരിക്കും പറഞ്ഞ കാരണം അതൊന്നല്ല, മോന് 2 കുട്ടികളുണ്ടായി. എന്റെ അമ്മോ, ചെവി തല കേൾപ്പിക്കില്ല. പിന്നെ അവരുടെ ഓട്ടവും ചാട്ടവും ബഹളവും. വയസ്സാം കാലത്ത് മനുഷ്യനും സമാധാനമായിട്ട് ഇരിക്കാന്ന് വെച്ചപ്പോൾ അത് പറ്റണില്ല. ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് 2 പറ്റിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റൽ കേസിന്റെ കാര്യങ്ങളും കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് പോകുന്നു. വയസ്സാം കാലത്തെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണ്ടേ? ഇത്രയും കാലം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, ഇനി പേരക്കുട്ടികളെയും കൂടി നോക്കി ജീവിക്കാനായിട്ട് പറ്റില്ല. അതാവുമ്പോൾ അവർക്ക് അവിടെ സമാധാനമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെയും സമാധാനമുണ്ട്. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യും. എന്തിനാ ഇപ്പൊ ജീവിതകാലം മുഴുവൻ ഈ ഉത്തരവാദിത്തം മുഴുവൻ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം? അതിന്റെ ആവശ്യമൊന്നുമില്ല. കുട്ടികളുടെ ഉത്തരവാദിത്തം നമ്മൾ ഇത്രയും കാലം ഏറ്റെടുത്തു, ജീവിതത്തിൽ ഫുള്ള് അവർക്ക് വേണ്ടി ജീവിച്ചു കൊടുത്തു. ഇനിയും പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനമ്മമാര് കഷ്ടപ്പെടട്ടെ.